ശിവപാർവതി സംഗമത്തിലൂടെ ആദ്യം പ്രണവസ്വരൂപമായ ഗണപതിയും പിന്നീട് തേജാരൂപിയുമായ സ്കന്ദനും ജനിച്ചു എന്നാണ് വിശ്വാസം. ഹൈന്ദവ ദർശനത്തിലെ എല്ലാ ദൈവങ്ങളുടെ രൂപങ്ങളെപ്പോലെയും ഗണപതി ഭഗവാന്റെ രൂപത്തിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. കൈകളുടെ എണ്ണത്തിലും കൈകളിൽ പിടിച്ചിരിക്കുന്നവയുടെ രൂപങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തമായാണ് ഗണപതി ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക. 4 മുതൽ 64 കൈകളുള്ള ഗണപതി രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ 2 കൈകളുള്ള ഗണപതിയെ ചിത്രീകരിക്കുന്നത് എവിടെയും അംഗീകരിക്കുന്നതായി കണ്ടിട്ടില്ല. ഓംകാര സ്വരൂപമായ മഹാഗണപതിയുടെ രൂപത്തിൻ്റെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും അർത്ഥവുമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ ആനയുടെ ശിരസ് ബുദ്ധിശക്തിയെയും വിശാലമായ ചിന്താശേഷിയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആനയുടെ വലിയ 2 ചെവികൾ നല്ലൊരു ശ്രോതാവായാണ് കണക്കാക്കുന്നത്. എന്നാൽ ചെറിയ കണ്ണുകളാകട്ടെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നിരീക്ഷിക്കുന്നവനായി കണക്കാക്കുന്നു. മുറിഞ്ഞ കൊമ്പുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നല്ലത് മാത്രം സ്വീകരിക്കുക, മോശമായത് അവഗണിക്കുക. ഇത് അദ്വൈത ചിന്താ പദ്ധതിയായി വിശേഷിപ്പിക്കുന്നു. ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്നായ തുമ്പിക്കൈ കാര്യശേഷിയാണ് സൂചിപ്പിക്കുന്നത്. ഈ തുമ്പിക്കൈയുടെ പിന്നിൽ ദൃശ്യമാകാൻ സാധിക്കാത്ത വായ ഭഗവാനെ ഒരു മൗനപ്രിയനായാണ് സൂചിപ്പിക്കുന്നത്. ഇനി കൈകളിലേക്ക് വരികയാണെങ്കിൽ പിന്നിലെ വലത്തെ കൈയിൽ മഴുവാണ് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കുന്ന ആഗ്രഹങ്ങളെ വേർപെടുത്താനുള്ള ഒരു ആയുധമായാണ് മഴുവിനെ കണക്കാക്കുന്നത്. ഇനി പിന്നിലെ ഇടത്തെ കൈയിലാണെങ്കിൽ ചാട്ടയാണ് കാണുക. ഈ ചാട്ട ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചാട്ട ഉപയോഗിച്ചുള്ള ശക്തിയായ വീശലിൽ അത് വിഘ്നങ്ങളില്ലാതേക്ക് ബുദ്ധിയെ നേർവഴിക്കു നയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ ചാട്ടയ്ക്ക് പകരം താമരപ്പൂവാണ് നമുക്ക് കാണാൻ സാധിക്കുക. മനസ്സിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായ ധ്യാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മുന്നിലെ ഇടതുകൈയിൽ മോദകമാണ് കാണുക. ഇത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ മധുര ഫലമായാണ് കണക്കാക്കുന്നത്. മുൻപിലെ വലതുകൈ ഭക്തർക്ക് നേരെ അനുഗ്രഹം ചൊരിയുന്ന വരദഹസ്തമായും തുറന്നു കാണിക്കുന്ന ശീലമായും കണക്കാക്കുന്നു. ഇനി ഗണപതി ഭഗവാന്റെ ആ ഒരു കുടവയർ എന്തിനേയും ഉൾക്കൊള്ളാനുള്ള ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി കാലുകൾ നോക്കുകയാണെങ്കിൽ ഒരു കാൽ ഉയർത്തിപ്പിടിച്ചും മറ്റേ കാൽ നിലത്തുറച്ചുമായാണ് കാണുക. ഇത് ലൗകിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഉള്ള നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു. ഗണപതി ഭഗവാന്റെ വാഹനമായ മൂഷികനെ ആഗ്രഹങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണമായി കണക്കാക്കുന്നു. ഇതോടെ ഗണപതി ഭഗവാന്റെ രൂപവർണ്ണന അവസാനിച്ചിരിക്കുകയാണ്. വരും കാലങ്ങളിൽ ഇതേപോലുള്ള അറിവുകളും ഐതിഹ്യങ്ങളും ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം.